കാരണം, പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തതിൻ്റെ കാരണം പണം കിട്ടിയാൽ നമ്മൾ വല്ലാത്ത അബദ്ധം കാണിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും ചിലർക്ക് വേണ്ട വിചാരിച്ച പോലെ പണം കിട്ടാത്തത്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ സ്വർഗീയ പിതാവിന് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണ്. കാരണം നമ്മുടെ ശരീരം തന്നെ കർത്താവിനുള്ളതായതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ വിശപ്പ്, ദാഹം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ അവിടത്തേക്ക് ശ്രദ്ധയുണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ 6-15 വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മ ചെയ്യും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. അപ്പം നമ്മുടെ ശരീരം ആരുടേതാണ്? കർത്താവിനാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് അശുദ്ധിക്കായിട്ട് വിടരുത്. അശുദ്ധിക്കായിട്ട് വിടാത്ത ഒരു ശരീരത്തെ അതിൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം നടത്തി കൊടുക്കും. ഇപ്പം നമുക്ക് ക്ഷീണം വരാം, പ്രയാസം വരാം, നമ്മൾ യാത്ര ചെയ്യുന്നു, നമുക്ക് മറ്റുള്ള മനുഷ്യരെ പോലെ ദാഹവും വിശപ്പും ഒക്കെ വരാം. അപ്പോൾ നമുക്ക് നേരത്തിന് ഭക്ഷണം വേണം. ഇതെല്ലാം കർത്താവിനും അറിയാം. ഇപ്പോൾ നമുക്കറിയാം ഏലിയാവിൻ്റെ കാര്യം. ഏലിയാവ് ശക്തമായ ശുശ്രൂഷ ചെയ്തവനായിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്നും ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ നിഗ്രഹിച്ചും ദേശത്ത് നിന്ന് വിഗ്രഹാരാധന പോയി ദേശത്ത് സത്യാരാധന, യഹോവയുടെ ആരാധനയ്ക്ക് വേണ്ടി കഠിനമായി പ്രയത്നിച്ചു. എന്നാൽ അത്രമാത്രം കഠിനമായി പ്രയത്നിച്ചിട്ട് ഒടുവിൽ താൻ കേൾക്കുന്നത് ഇസബേൽ ഇതാ തന്നെ കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ താൻ വളരെ ധീരനായിരുന്നു, ശക്തനായിരുന്നു, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തവനാണ്. എന്നാൽ നിരന്തരമായി ഇങ്ങനെയൊരു പ്രത്യേക ഭീഷണി ഉണ്ടായപ്പോൾ തനിക്ക് നിരാശ തോന്നി, വല്ലാതെ തളർന്നുപോയി. ഇനി മരിച്ചാൽ തന്നെയും കൊള്ളാം, അങ്ങനെയുള്ളൊരു അവസ്ഥയെത്തി. അപ്പോഴിതാ ദൈവം ആ ഭക്തൻ്റെ അവസ്ഥ അറിഞ്ഞു. ഇപ്പോൾ തൻ്റെ ഭക്തൻ തന്നെ വിശ്വസ്തയോടെ സേവിച്ച ഈ പ്രവാചകൻ ഇപ്പോൾ ശാരീരികമായി തളർന്നിരിക്കുന്നു, മാനസികമായി തളർന്നിരിക്കുന്നു. അതുകൊണ്ട് അവന് വെള്ളവും അപ്പവും കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. ആ മരുഭൂമിയിൽ എങ്ങനെ വെള്ളവും അപ്പവും കൊടുക്കും? അത് ദൈവം തന്നെ ദൂതനെ തന്നെ അയച്ച് ആ കാര്യം ചെയ്യിപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്നു അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നു അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി പല രീതിയിലും ക്ഷീണം വരാം, ശാരീരികമായിട്ടും അവന് വിശപ്പ് വരാം, എല്ലാം വരാം. സ്വർഗീയ പിതാവ് എല്ലാം അറിയുന്നു. അത്ഭുതകരമായിട്ട് അവന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നാം ലജ്ജിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. കാരണം അന്നു വേണ്ടതല്ല, ഒരാഴ്ചത്തെയും അല്ലെങ്കിൽ ഒരു മാസത്തെയും ഫുഡൊക്കെ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ശേഖരിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന് എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഓരോ ദിവസത്തേക്ക് വേണ്ട മന്നയാണ് നൽകിയത്. ശബത്ത് ദിവസത്തെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസവും അവർ മന്ന പെറുക്കണം. മരുഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, അത് ദൈവത്തിനറിയാം. അപ്പോൾ ഇതാ ദൈവം തൻ്റെ സ്വർഗീയ ദൂതന്മാരുടെ ഭക്ഷണം കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം നിറവേറ്റി തരും. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ആ ഭാഗം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ആർഭാടത്തിന് വേണ്ടിയല്ല ദൈവം പ്രവർത്തിക്കുക, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ,
നമ്മുടെ ബുദ്ധിമുട്ട് അവിടുന്ന് തീർത്തു തരും. ദൈവം നമുക്കാർക്കും ആർഭാടത്തിന് വേണ്ടി ഒന്നും തരുന്നില്ല, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ മാന്യമായി അവിടുന്ന് നടത്തി തരും. മനുഷ്യനോട് യാചിക്കാതെ ദൈവം തന്നെ തൻ്റെ ഭക്തന് വേണ്ടത് കരുതും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാം മേഖലകളിൽ സാമ്പത്തികമായി ശാരീരികമായി ആവശ്യമുണ്ടോ അതൊക്കെ നാം പറയാതെ തന്നെ അറിയുന്നവനാണ് സ്വർഗീയ പിതാവ്. എന്നാൽ അതേസമയം തന്നെ നാം ഇസ്രായേൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും മന്ന പെറുക്കണം. ഈ മന്നയാകട്ടെ നേരിട്ട് വായിലേക്ക് വന്ന് വീണതുമില്ല. എല്ലാ ദിവസവും അവർ കുനിഞ്ഞു പെറുക്കണം. ചെറിയ കൊത്തമ്പാലിരി പോലെയുള്ള ഒരു വസ്തുവാണ് അത്. ഒരു പാത്രം നിറയണമെങ്കിൽ കുറേ സമയം അധ്വാനിച്ചാൽ ഒരു പാത്രത്തിലേക്ക് അത് നിറയുകയുള്ളൂ. അല്ലാതെ വലിയ അപ്പമായിട്ട് അങ്ങനെ വീഴുകയില്ല. അപ്പമായിട്ട് വീഴുകയാണെങ്കിൽ 4-5 അപ്പം എടുക്കുമ്പോഴേക്കും അവരുടെ ജോലി കഴിയും. ഇത് ഓരോ മണിയും ചെറിയ മണിയും പറക്കണം. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ അധ്വാനിക്കണമെന്നാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്കൊരു ഭാഗം വായിക്കാം. ദൈവമാണ് തരുന്നത്, പക്ഷേ നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ട്. എഴുതിയ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ഒരു ആജ്ഞാപനമാണ് പൗലോസിൻ്റെ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയരുത്. വളരെ കഠിനമായിട്ടുള്ള ആജ്ഞയെന്ന് തോന്നും. ദൈവദാസനാണെങ്കിൽ ദൈവവേല, മറ്റുള്ളവരാണെങ്കിൽ ആ വേലയിൽ അവർ വിശ്വസ്തരായിരിക്കണം. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണമെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഏലിയാവ് കനലിൽ ചുട്ട അപ്പവും അതുപോലെ തന്നെ വെള്ളവും കുടിച്ചപ്പോൾ എത്ര ദിവസത്തേക്കുള്ള ശക്തി കിട്ടി? 40 രാവും പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോബോളം നടക്കുവാനുള്ള ശക്തി കിട്ടി. കാരണം ആ ഒറ്റ നേരത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ പിന്നെ വിശപ്പില്ല. 40 രാവും പകലും നടക്കണമെങ്കിൽ, മരുഭൂമിയിലൂടെയൊക്കെ നടക്കണമെങ്കിൽ എത്രമാത്രം ഊർജ്ജം ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ഒറ്റ നേരത്തെ ഭക്ഷണം നിമിത്തം 40 ദിവസത്തേക്കുള്ള ശക്തി ദൈവം കൊടുക്കുകയാണ്, ശാരീരികമായ ശക്തി. ഇങ്ങനെ വേണമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്യാമായിരുന്നു. ഈ 40 വർഷം അവർക്ക് ഈ കഷ്ടപ്പെട്ട് മന്ന പെറുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒറ്റ നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം 40 വർഷങ്ങൾ മരുഭൂമിയിൽ നടക്കുവാൻ വേണ്ട ഊർജം കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെയല്ല ചെയ്തത്. എല്ലാ ദിവസവും മന്ന പെറുക്കുക. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് 40 വർഷത്തേക്ക് വേണ്ട ഭക്ഷണം ഒറ്റ ദിവസം കൊണ്ട് ദൈവം കൊടുത്താൽ പിന്നെ അവർ ദൈവത്തെ മറക്കും. ഇപ്പം നമ്മുടെ ജീവിതത്തിലും എല്ലാ ദിവസവും നമുക്ക് മന്ന പെറുക്കേണ്ടി വരും. കാരണം എല്ലാം കൂടി മുൻകൂട്ടി നമുക്ക് തരികയാണെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ അവൻ ഞെരുക്കത്തിലും പ്രയാസത്തിലും വരുമ്പോഴാണ് ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ഒരു ദിവസം അവർ കിടന്നുറങ്ങുന്നു, മന്ന കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം മന്ന വന്നെങ്കിൽ മാത്രമേ അവരുടെ വിശപ്പ് മാറുകയുള്ളൂ. അപ്പോൾ അവർക്ക് പിറ്റേ ദിവസവും ദൈവത്തെ ആശ്രയിക്കണം. ഇതേപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കം നമുക്ക് ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നു. കാരണം അങ്ങനെ ഒരു ഞെരുക്കം വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. ഇന്ന് ലോകത്തിൽ വലിയ ധനവാന്മാരൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബാങ്കിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ട് ഇരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, രോഗം വന്നാൽ ബെസ്റ്റ് ആശുപത്രി, താമസിക്കാൻ ഏറ്റവും സൗകര്യമുള്ള വീട്. കാരണം അവരുടെ ആശ്രയം അവരുടെ ബാങ്ക് ബാലൻസിലാണ്, അല്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്കറിയാം. അത് വേറെ വിഷയമെങ്കിലും അവർ മാനുഷികമായിട്ട് അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. രക്ഷിക്കപ്പെടാത്ത പണക്കാരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ദൈവവൈദ്യരെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിരന്തരമായി നാം ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ മനസ്സ്, അത് ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറയുന്നത് അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാണ്, എൻ്റെ വഴി അവർ അറിയാത്തവരാണ് എന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ നമ്മളും അത്ര നല്ലവരോ ഒന്നുമല്ല. അതുകൊണ്ട് ചില ഞെരുക്കങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം വായിച്ചില്ല എന്ന് വിചാരിക്കൂ. എന്നാൽ ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം കിട്ടേണ്ട ആവശ്യമുണ്ട്. ബൈബിൾ നമ്മൾ വായിച്ചില്ല എന്ന് കരുതുക, അതൊരു ആത്മീയ ആവശ്യം. ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് പണം കിട്ടണം. പണം നമുക്ക് കൊടുക്കാനായിട്ട് കയ്യിൽ കാശില്ല. ഈ 2 ആവശ്യങ്ങൾ വരുമ്പോൾ ഏത് ആവശ്യത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ദാഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക? ബൈബിൾ വായിക്കാൻ പറ്റിയില്ലല്ലോ, ആ ആഗ്രഹമായിരിക്കും പറയുക. അതോ പൈസ ഇല്ലല്ലോ കർത്താവേ, എന്തു ചെയ്യും? ഈ 2 ആവശ്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഭൗതികമായ ആവശ്യങ്ങളാണ് വളരെ തീഷ്ണതയോടെ ദൈവത്തോട് ഉണർത്തിക്കുക.
അപ്പോൾ ദൈവത്തിന് ഈ കാര്യം അറിയാം. നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഞെരുക്കം ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തുന്നവനല്ല, ബുദ്ധിമുട്ടിക്കുന്നവനല്ല. കാരണം നേരത്തെ വായിച്ചു, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരും. പക്ഷേ നാം ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വീട്ടിൻ്റെ ചില ആവശ്യങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്, മനുഷ്യരോടല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ചിലരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തരുമെന്ന് പറയുന്നു. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ പിന്നെ പറയുന്നത്, ജനമേ നിങ്ങൾ കാശ് തരിക എന്നുള്ളതാണ്. കാശ് നിങ്ങൾ തരണം. അനുഗ്രഹമൊക്കെ ദൈവം, നിങ്ങൾക്ക് രോഗസൗഖ്യം ദൈവം തരും, മറ്റ് ഭയങ്കര വിടുതലൊക്കെ ദൈവം തരും. പക്ഷേ ഈ കൺവെൻഷൻ്റെ കാശിരിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിലാണ്. അത് ദൈവത്തിന് തരാൻ പറ്റില്ല. അതല്ല പറയും, അത് അറിവില്ലായ്മ കൊണ്ടാണ്. ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ ആരോട് പറയണം? നിങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടോ, മറ്റാവശ്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പറയാം. ആരോട് പറയണം? ജനത്തോടല്ല. ആരോട് പറയേണ്ടത്? നിങ്ങളുടെ ആവശ്യമോ ദൈവത്തോട് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അത് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അതിലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത്രയും ഭാഗം നമ്മൾ ചിന്തിച്ചു. നോക്കുക, ദൈവം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ തീർത്ത് തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ എന്നാണല്ലോ വചനം പറയുന്നത്. എന്നാൽ ദൈവം ഒരു വ്യക്തിക്കായിട്ടല്ല ഭൗതിക നന്മകൾ കൊടുക്കുന്നത്. ഭക്ഷണം എന്നുള്ളൊരു ഭൗതികമായ ഒരു കാര്യമാണ്. നമുക്ക് ഭക്ഷണം വേണം. ആത്മീയം മാത്രം ആയാൽ നമുക്ക് ശരീരം നിലനിൽക്കുന്നില്ല. ശരീരത്തിന് നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാണ്. നമ്മൾ യാത്ര ചെയ്യുന്നു, ഡിസ്ചാർജ് ആവശ്യമാണ്, വസ്ത്രം വാങ്ങാൻ പൈസ ആവശ്യമാണ്, താമസിക്കാൻ വീട് ആവശ്യം. ഇതൊക്കെ ദൈവത്തിനറിയാം. എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് അന്നു വേണ്ടുന്ന ആഹാരം എനിക്ക് തരണം, അങ്ങനെ പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുകയാണ്, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആ സഹോദരൻ്റെ ദൈവം 100 പേർക്കുള്ള ഭക്ഷണമാണ് കൊടുത്തത് എന്ന് കരുതുക. കാരണം അദ്ദേഹം എനിക്കുള്ള ആഹാരത്തിനല്ല ചോദിച്ചത്, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. 100 പേർക്കുള്ള ഭക്ഷണം ആ സഹോദരന് കിട്ടിയാൽ ആ സഹോദരന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ഇത് എനിക്കായിട്ടുള്ളതല്ല, ഒറ്റ ഓഹരി മാത്രം. ഇതിൽ 99 ഓഹരിയും മറ്റു സഹോദരങ്ങൾക്കുള്ളതാണ്. ഓരോ ഓഹരി മാത്രമേ എനിക്കായിട്ട് ഉള്ളൂ, അവകാശപ്പെട്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഓഹരി മാത്രം താൻ എടുക്കുന്നു, 99 മറ്റു പേർക്ക് ഭാഗിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായി ആ കാര്യത്തിൽ. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അടുത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരുപക്ഷെ 1000 പേർക്കുള്ള ഭക്ഷണമായിരിക്കും അദ്ദേഹത്തിന് നൽകുന്നത്. കാരണം ആദ്യം കൊടുത്തതിൽ അദ്ദേഹം വിശ്വസ്തത കാണിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ഈ 999 എനിക്കുള്ളതല്ല, ഇത് മറ്റുള്ളവർക്കാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ആഹാരം കിട്ടണമെന്നല്ലല്ലോ പ്രാർത്ഥിച്ചത്, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അദ്ദേഹം ഓരോ ഓഹരി മാത്രം എടുത്ത് ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. ദൈവത്തിന് മനസ്സിലായി, ഇവൻ വിശ്വസ്തനാണ്, ഇവനെ ഞാൻ വീണ്ടും അനുഗ്രഹിക്കും. കാരണം ഇന്ന് പലരുടെയും പ്രാർത്ഥനയ്ക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങാത്തതിൻ്റെ, ഭൗതികമായ ആവശ്യങ്ങൾ പോലും വേണ്ട പോലെ നടക്കാത്തതിനൊരു കാരണം, അവർക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർ കരുതുന്നത് ഞാൻ പ്രാർത്ഥിച്ചു, അത് എനിക്ക് തന്നെ ഉപയോഗിക്കാമെന്നാണ്. ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, ഒരു സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ആ സഹോദരന് ദൈവം 10 പേർക്കുള്ള ആഹാരം കൊടുത്തു. സഹോദരൻ കരുതി, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലേ 10 പേർക്കുള്ള ആഹാരം കിട്ടിയത്, ഇത് 10 ഞാൻ തന്നെ അങ്ങ് കഴിക്കാം. അങ്ങനെ ഒറ്റ ആൾക്കൊന്നും കൊടുത്തില്ല. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ദൈവം കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ആദ്യം കൊടുത്തതിൽ അവൻ വിശ്വസ്തനായിരുന്നില്ല. ഇന്ന് നമ്മുടെ ആത്മീയ വർധനയായാലും ഭൗതികമായ കാര്യത്തിൻ്റേതായാലും പല രീതിയിലും ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം, നമുക്ക് എന്തെങ്കിലും ദൈവം തന്നാൽ, പണമായാലോ വസ്തുവായാലോ വീടായാലോ മറ്റു പല, ഇനി സഭാ മന്ദിരമായാലോ, ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അവൻ മാത്രം അത് ഉപയോഗിക്കുമ്പോഴാണ് തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത്. എന്നാൽ
ഇത് എനിക്ക് മാത്രമല്ല ദൈവം തരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ദൈവസഭയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് കിട്ടുക. കാരണം ഇന്ന് സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൽ അവയവങ്ങളാണ് നാം. ദൈവം തരുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളാകട്ടെ ഭൗതികമായ അനുഗ്രഹങ്ങളാകട്ടെ ഒരു വ്യക്തിക്ക് മാത്രം എൻജോയ് ചെയ്യാനുള്ളതല്ല, അത് മൊത്തം ശരീരത്തിന് അഥവാ സഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സഭയ്ക്ക് അവർക്ക് ഭൗതികമായ സ്വത്തുണ്ടായിരുന്നു. എന്നാൽ അവരാരും തന്നെ അവരുടെ ഈ വസ്തുവകകൾ സ്വന്തമായി അവർ കരുതിയില്ല, എല്ലാം പൊതുവകയായിട്ട് കരുതി. അതാണ് ആദിമസഭയുടെ ഐക്യം. വിശ്വസിച്ചവരൊക്കെ ഒരു മനസ്സ്, ഒരേ ഭാവം, ഒരേ അഭിപ്രായം. ഇനി അവർക്ക് സ്വന്തമായിട്ട് എന്ന് പറയാൻ അവർക്കൊന്നുമില്ല. ഉള്ളതൊക്കെ എല്ലാവരും തുല്യമായി പങ്കിട്ടെടുത്തു. ഇതായിരുന്നു ആദിമ ക്രൈസ്തവ സഭയുടെ പ്രാരംഭഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് മനുഷ്യൻ്റെ സ്വാർത്ഥത വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം ഏതാണ്? ദൈവം എനിക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭൗതികമായ നന്മ തന്നാൽ അത് എനിക്ക് വ്യക്തിപരമായി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ അത് ചെറിയൊരു കാര്യമായിരിക്കാം, ഒരു 100 രൂപയായിരിക്കാം, 1000 രൂപയായിരിക്കാം, എന്ത് തന്നെയാകട്ടെ, അതിൽ നാം വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ അടുത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. ഇനി വചനം തന്നെ ദൈവം നമുക്ക് തരുന്നു. നാം അത് ആർക്കും പങ്കുവെക്കാതെ അത് നാം തന്നെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വചനം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയില്ല. വചനമായാലും മറ്റെന്തായാലും അത് എൻ്റെ മാത്രം വ്യക്തിപരമായ കുത്തകയ്ക്കായിട്ടല്ല, മൊത്തം ദൈവസഭയ്ക്കായിട്ടാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. കാരണം പ്രാർത്ഥന എനിക്ക് കിട്ടണേ, എനിക്ക് തരണേ, എൻ്റെ വയറ് നിറയണേ എന്നുള്ളതല്ല, മറിച്ച് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇനി അത്രയും പറഞ്ഞിട്ട് കർത്താവ് അടുത്ത വരിയിലേക്ക് വരുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം. ദൈവം നമ്മുടെ പാപങ്ങൾ, കടങ്ങൾ ഇളച്ചു തന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചു തരണം. ദൈവം എത്രമാത്രം നമ്മുടെ പാപങ്ങൾക്ക് ഇളവ് തരുന്നുവോ അത്രമാത്രം നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് കൂടുതലായിട്ട് പാപക്ഷമ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മോട് ദ്രോഹിച്ച എല്ലാ വ്യക്തികളോടും നാം ഹൃദയപൂർവ്വമായി ക്ഷമിക്കണം. പലരും ചിന്തിക്കാറുണ്ട്, എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നു, ആകെ ബുദ്ധിമുട്ട് വരുത്തുന്നു, വീട്ടിൽ പ്രയാസം വരുത്തുന്നവർ, സഭയിൽ പ്രയാസം വരുത്തുന്നവർ, നാട്ടിൽ പ്രയാസം വരുത്തുന്നവർ, ഒത്തിരി പ്രയാസം വരുത്തുന്നവർ, ഇങ്ങനെ പ്രയാസം വരുത്തുന്നവർ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ദൈവം എന്തുകൊണ്ടാണ് നമുക്കെതിരെ ദ്രോഹം ചെയ്യുവാൻ അവരെ അനുവദിക്കുന്നത്? കാരണം ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് പോലും നമുക്കെതിരെ ദ്രോഹം ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവർ ദ്രോഹം ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്, നാം മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കടങ്ങൾ ഇളച്ചു തരുന്നത്. അപ്പോൾ ആരും നമുക്കെതിരായിട്ട് ദ്രോഹം ചെയ്തില്ല എന്ന് കരുതുക. ഒരു വ്യക്തിയും നമുക്കെതിരായിട്ട് ദ്രോഹം ചെയ്യുന്നില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെ, വളരെ നീതിയോടെ, മര്യാദയോടെ നമ്മോട് ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം ആർക്ക് മാപ്പ് കൊടുക്കും? വൈഫ്, ഹസ്ബൻഡ്, മക്കൾ, എല്ലാവരും, വിശ്വാസികൾ എല്ലാവരും വളരെ മാന്യമായി നാം പറയുന്നതൊക്കെ അനുസരിച്ചും സ്നേഹിച്ചും അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നാം ആർക്കും മാപ്പ് കൊടുക്കും? നാം ആർക്കും മാപ്പ് കൊടുക്കുന്നില്ല എങ്കിൽ, നാം ആർക്കും ഇളവുകൾ നൽകുന്നില്ല എങ്കിൽ നമ്മുടെ കടങ്ങൾ എങ്ങനെ ദൈവം ക്ഷമിക്കും? അതുകൊണ്ട് മറ്റുള്ളവർ നമ്മോട് ദ്രോഹം ചെയ്യുന്നത് നമ്മുടെ തന്നെ പ്രയോജനത്തിനാണ്. കാരണം ദൈവം നമുക്ക് മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ഇളച്ചു കൊടുക്കുവാനായിട്ട് ധാരാളം അവസരങ്ങൾ ജീവിതത്തിൽ തരികയാണ്. അങ്ങനെ എത്രമാത്രം നമ്മൾ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ഇളച്ചു കൊടുക്കുന്നുവോ അത്രമാത്രം പ്രയോജനം നമുക്കാണ്. കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് ദൈവത്തോട് എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മോട് ദ്രോഹിച്ചവരോടുള്ള എല്ലാ ആ വൈരാഗ്യവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ഹൃദയപൂർവ്വം അവരോട് ക്ഷമിച്ചിരിക്കണം. അതുകൊണ്ട് കൂടുതൽ ദൈവത്തിൽ നിന്ന് പാപക്ഷമ നാം പ്രാപിക്കുവാൻ, കൂടുതൽ മറ്റുള്ളവർ ദ്രോഹം ചെയ്യുവാൻ ദൈവം തന്നെ അനുവദിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പല രീതിയിലുള്ള ദ്രോഹങ്ങൾക്ക് വിധേയപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ അഥവാ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നിങ്ങൾക്ക് ഇളച്ചു കൊടുക്കുവാൻ ധാരാളം വ്യക്തികളുണ്ട്. എത്രമാത്രം ഇളച്ചു കൊടുക്കുന്നുവോ അത്രമാത്രം ദൈവം നിങ്ങളുടെയും പാപങ്ങൾക്ക് ഇളവ് തരും. അതുകൊണ്ട് ഒരാൾ ദ്രോഹം ചെയ്യുന്നത് പോലും നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. മറ്റൊരു കാര്യം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി എന്നാണ് തിരുവചനം പറയുന്നത്. നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
നിങ്ങൾ സഹോദരനെ വെറുക്കുകയാണെങ്കിൽ അവൻ ആരാണ്? കള്ളനാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വിചാരിക്കും യേശുവിനോട് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞാൽ യേശു എൻ്റെ പാപങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കില്ലേ? കാരണം ഞാൻ ആരുടെയും എന്നോട് ദ്രോഹം ചെയ്ത ഒരു വ്യക്തിയുടെയും പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾക്കൊക്കെ ഇങ്ങനെ മോചനം കിട്ടില്ലേ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ഇന്നലെ യോഹന്നാൻ എഴുതിയ 1 യോഹന്നാൻ 1:7 പറയുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. എന്നിട്ടാണ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് പറയുന്നത്. താന്തോന്നിയായിട്ട് നാം നടന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വഴിവിട്ട രീതിയിൽ നമ്മൾ ജീവിച്ച് ക്ഷമിക്കുന്നുമില്ല, സഹിക്കുന്നില്ല, പൊറുക്കുന്നില്ല, നമുക്ക് വേദന വരുന്ന ഒരു കാര്യവും നാം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല, ഒരു ത്യാഗവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്നിട്ട് പറയുകയാണ്, യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ എല്ലാ പാപക്കറകളെ അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന്. ആരുടെ പാപങ്ങൾക്കാണ് മോചനം കിട്ടുന്നത്? ആ വാക്യം പറയുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അങ്ങനെ ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ളവരുടെ പാപങ്ങളാണ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം അവരുടെ പാപങ്ങൾക്കാണ് മോചനം നൽകുന്നത്. അല്ലാതെ സ്വന്തം വഴിക്ക് പോകുന്ന ഒരു വ്യക്തി ഒരു മാനസാന്തരമല്ല ഒന്നുമില്ല, യേശുവേ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നവനല്ല ദൈവം. ആദ്യം കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. വെളിച്ചത്തിൽ നടന്നാൽ മാത്രമേ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുള്ളൂ. അങ്ങനെയുള്ളവരുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുന്നു. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരും ആയിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അപ്പോൾ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇനി ക്ഷമിക്കണം എന്നുള്ള കാര്യം ലോകത്തിലെ മറ്റു പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു മാത്രമല്ല ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, കർത്താവ് മാത്രമല്ല മാപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, മറ്റു പല നേതാക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ശക്തമായിട്ട് വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ യേശുക്രിസ്തു ശത്രുക്കളെ ക്ഷമിക്കണം, മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നതും മറ്റുള്ളവർ ശത്രുക്കളോട് കരുണ കാണിക്കണമെന്ന് പറയുന്നതും വ്യത്യാസമാണ്. കാരണം അതായത് മറ്റുള്ളവർ, ഇവിടെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ പറഞ്ഞതൊക്കെ ചില പ്രസ്താവനകൾ മാത്രമാണ്, ചില പ്രസ്താവനകൾ മാത്രം. എന്നാൽ ക്രിസ്തു ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിനോടുകൂടി ഒരു വാക്തത്വവും നൽകുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങളുടെ കടങ്ങളും ക്ഷമിക്കപ്പെടും. അപ്പം ഇതേപോലെ തന്നെ കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു വാക്തത്വവും പ്രാപിക്കാമെന്നാണ് പറയുന്നത്. ലോകത്തിൽ മറ്റുള്ളവരൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു, ഒരു വാക്തത്വവും നൽകാനില്ല. അവരുടേതൊക്കെ കേവലം പ്രസ്താവനകളാണ്. നാം ക്ഷമിക്കുമ്പോൾ നമുക്ക് ചുരുങ്ങിയ പക്ഷം 4 അനുഗ്രഹങ്ങളെങ്കിലും ലഭിക്കും. നമുക്കത് ശ്രദ്ധിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുക, അതാണ് വിഷയം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, പ്രാർത്ഥന കേൾക്കുന്നൊരു വാക്തത്വമാണ് ദൈവത്തിൻ്റെ വാക്തത്വം. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നാം നിരന്നുകൊള്ളണം, അവരുമായിട്ട് രമ്യതയിലാകണം, അവർക്ക് ക്ഷമ കൊടുക്കണം. അപ്പോൾ നാം ക്ഷമിച്ചാൽ ലഭിക്കുന്ന ഒരു വാക്തത്വമാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക. രണ്ടാമതായിട്ട് നാം ക്ഷമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനം നമ്മുടെ വഴിപാട് അഥവാ നമ്മുടെ യാഗം ദൈവം അംഗീകരിക്കുന്നുവെന്നാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. പഴയ നിയമത്തിൽ വഴിപാട് ആണ് ഉള്ളത്, പുതിയ നിയമത്തിൽ വഴിപാടിന് പകരം ആരാധനയാണ്. പഴയ നിയമത്തിൽ അവർ ഇങ്ങനെ യാഗങ്ങൾ നടത്തി വഴിപാട് നടത്തി ദൈവത്തോടുള്ള ആരാധന ആ രീതിയിലാണ് അവർ പ്രകടിപ്പിച്ചത്. പുതിയ നിയമ വിശ്വാസികളായ നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കണം.
ഒന്ന്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. 2, നമ്മുടെ ആരാധന ദൈവത്തോട് നാം നടത്തുന്ന ആരാധന അംഗീകരിക്കണമെങ്കിൽ വൈരാഗ്യം പാടില്ല. ഭാര്യയും ഭർത്താവും വഴക്കടിച്ച് സഭാരാധനയ്ക്ക് പോയാൽ ആ ആരാധനയിൽ ദൈവം എങ്ങനെ തൃപ്തനായിത്തീരും? മറ്റൊന്ന്, മൂന്നാമതായി, നമുക്ക് രോഗസൗഖ്യം ലഭിക്കണമെങ്കിൽ നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തമ്മിൽ നിരപ്പ് പ്രാപിക്കണം. യാക്കോബ് 5:16 വായിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ നമുക്ക് രോഗശാന്തി വരേണ്ടതിന് എന്ത് ചെയ്യണം? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു സഹോദരനെ നാം മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരനുമായിട്ട് നാം രമ്യതയിലാകണം. ആ പാപത്തിൽ തന്നെ നാം ഇരിക്കുന്നു, അങ്ങനെ എൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കണമെന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം ലഭിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല രീതിയിലും നാം മുറിവേൽക്കുവാൻ സാധ്യതയുണ്ട്. മറ്റു പല വ്യക്തികളും നമുക്കെതിരായിട്ട് ദോഷം ചെയ്തുവെന്നും ദോഷം പറഞ്ഞുവെന്നും ഒക്കെ വരാം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായാലും രക്ഷിക്കപ്പെട്ടതിന് ശേഷമായാലും പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവർ വരുത്തും. ഇപ്പം നമ്മൾ മനുഷ്യരായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലൊരു അസ്വസ്ഥതയും വേദനയും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ മറ്റുള്ളവർ നമ്മെ മുറിവേൽപ്പിച്ചാൽ അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു, അതാണ് വിഷയം. മറ്റുള്ളവർ ദ്രോഹം ചെയ്താൽ പലരും ആ ദ്രോഹത്തെ ക്ഷമിക്കാതെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുമ്പോൾ അത് വലിയ ആപത്തായിട്ട് മാറുന്നു. അവർക്ക് ശാരീരികവും മാനസികമായ രോഗം തന്നെ വരാം. ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹത്തെ നാം എങ്ങനെയാണ് അതിനെ സമീപിക്കുക? മുറിവേൽക്കും, തീർച്ചയായിട്ടും മുറിവേറ്റാൽ പിന്നെ അതിനെ ദൈവവചനപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നോക്കുക, സാധാരണ രീതിയിൽ ഒരു മനുഷ്യനും ശത്രുവിനെ സ്നേഹിക്കാനുള്ള ത്രാണിയില്ല. ശത്രുവിനെ വെറുക്കാൻ മാത്രമേ സാധാരണ എല്ലാ മനുഷ്യർക്കും പ്രേരണയുള്ളത്. എല്ലാ മനുഷ്യർക്കും അതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ശത്രുവിനെ സ്നേഹിക്കുക? നമ്മുടെ കടക്കാരോട് നമ്മൾ എങ്ങനെയാണ് ഇളച്ചു കൊടുക്കുക? ഇതിൻ്റെ ഉത്തരം ഇതാണ്. ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം അങ്ങ് തരികയാണ്. നമ്മുടെ മാനുഷികമായ ഹൃദയം എപ്പോഴും ശത്രുവിനെ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. അവൻ ചെയ്ത കാര്യങ്ങൾ 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും ഓർത്തുകൊണ്ടിരിക്കുക, അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ദൈവം ഇവിടെ ഒരു വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്കൊരു പുതിയ ഹൃദയമാണ് തരുന്നത്. എസെക്കിയേൽ പ്രവചന പുസ്തകം 36:26 ഒന്ന് വായിക്കാം. എസെക്കിയേൽ 36:26 വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്കൊരു പുതിയ ആത്മാവിനെ തരുന്നു. കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം, ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയം, വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഹൃദയം, 10 വർഷം കഴിഞ്ഞിട്ടും 16 വർഷം കഴിഞ്ഞിട്ടും 26 വർഷം കഴിഞ്ഞിട്ടും ആ ഓർമ്മ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാതെ കൊണ്ടു നടക്കുന്ന കഠിനമായ ഹൃദയം, ആ ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഹൃദയം ദൈവം തരുന്നു. ഒരു കാര്യം ഓർക്കുക, പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയോടും നമ്മൾ ക്ഷമിക്കരുത് എന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയോട് പോലും വെറുപ്പോ നീരസമോ നാം ഹൃദയത്തിൽ കൊണ്ടു നടക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരോട് ക്ഷമിക്കരുത്, ഈ വൈരാഗ്യവും വിദ്വേഷവും നീ കൊണ്ടു നടക്കുക, അതിനുള്ള കുറേ ന്യായീകരണങ്ങളും പിശാച് നിരത്തി തരും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ ഹൃദയം നമുക്ക് തരുമെന്ന്. ഇത് ആരുടെ ഹൃദയമാണ് ഈ പുതിയ ഹൃദയം? കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുക. ഇത് ആരുടെ ഹൃദയമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:16 കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവർ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിൻ്റെ മനസ്സ് എങ്ങനത്തെ മനസ്സാണ്? ശത്രുക്കളോട് ക്ഷമിക്കുന്ന മനസ്സാണ്, വിട്ടുകൊടുക്കുന്ന മനസ്സാണ്, താഴ്മയുള്ള മനസ്സാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു ഹൃദയം തരും. സർവശക്തനായ പിതാവ് വിശ്വാസികളായി നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണ് തരുന്നത്. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നാം നമ്മുടെ സ്വന്തം മനസ്സുകൊണ്ട് ആ വ്യക്തി ചെയ്ത കടങ്ങളൊക്കെ ഇളച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉപയോഗിച്ച് നമുക്ക് ഏത് ശത്രുവിനെയും സ്നേഹിക്കാം, ഏത് കടങ്ങളും നമുക്ക് ഇളച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണം, എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. ഇനി ഏത് ശത്രുവിനെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റും. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ക്രൂശിൽ കിടന്നുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. ലൂക്കോസ് 23-ന്റെ 34-ാമത്തെ വാക്യം വായിക്കുന്നു. എന്നാൽ യേശു
പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവർ അവൻ്റെ വസ്ത്രം വായിച്ചു ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചാണ് ക്ഷമ നൽകുന്നത്. നോക്കുക, ഇവിടെ കർത്താവ് പറയുന്നത്, യേശു ക്രിസ്തു പറയുന്നത് ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടാണ്. സാധാരണ മനുഷ്യർ പറയുക, അവർ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദ്രോഹം മറ്റുള്ള വ്യക്തി ചെയ്താൽ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയാൽ, നമ്മുടെ പേര് അപമാനിക്കുകയാണെങ്കിൽ, പല രീതിയിലും നമുക്ക് ഉപദ്രവം വരുത്തിയാൽ, നമ്മുടെ ഉടനെ പോകുന്ന ചിന്ത ഇതാണ്: എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി അറിഞ്ഞുണ്ടാക്കിയൊരു പദ്ധതിയാണ്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇവർ അറിയാത്തത് കൊണ്ട്, ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തൻ്റെ കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കുന്നവരൊക്കെ ഇത് അറിയാതെയാണോ ചെയ്തത്? യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് കർത്താവിൻ്റെ കൈയും കാലും ഒക്കെ തുളയ്ക്കുന്നത്. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷേ കർത്താവ് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ കർത്താവിന് മറ്റുള്ള മനുഷ്യരെ കുറ്റം വിധിക്കുന്ന ഒരു ഹൃദയമല്ല ഉള്ളത്. നോക്കുക, നമ്മുടെ വീട്ടിൽ 2 വയസ്സുള്ളൊരു കുട്ടി വളരെ വിലപിടിപ്പുള്ള ഒരു ഉപകരണം താഴെയിട്ട് പൊട്ടിച്ചു നഷ്ടം വരുത്തി എന്ന് കരുതുക. നമുക്ക് ആ കുഞ്ഞിനോട് വല്ല വൈരാഗ്യവും വിദ്വേഷവും തോന്നുമോ? കാരണം നമുക്കറിയാം ആ കുഞ്ഞത് ചെയ്തത് കുഞ്ഞിനെ അറിവില്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞ് വലിയൊരു നഷ്ടമാണ് വരുത്തിയതെങ്കിലും ആ കുഞ്ഞിനോട് എളുപ്പം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു. എന്താ കാരണം? അറിയാതെയാണല്ലോ അത് ചെയ്തത്. അത് സ്നേഹമാണ്, അല്ലേ? ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ പിശാച് പറയും, നിന്നോട് അവൻ ചെയ്തതൊക്കെ, അവൾ ചെയ്തതൊക്കെ മനഃപൂർവ്വമാണ്. കാരണം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ഷമിക്കാൻ ഭയങ്കര പാടാണ്. 2 വയസ്സുള്ള കുട്ടിക്ക് എളുപ്പം നമുക്ക് വാപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും, കാരണം അറിയില്ലല്ലോ. പക്ഷേ ഒരു 10, 40, 50 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ബോധമുണ്ടല്ലോ, അറിവുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ യേശു ക്രിസ്തുവിനെയും ക്രൂശിൽ തറച്ചത് 2 വയസ്സുള്ള കുട്ടിയല്ല, നമുക്കറിയാം, അറിവും ബോധമൊക്കെ ഉള്ളവരാണ്. പക്ഷേ നമ്മളെ ദ്രോഹിച്ചവർ നിരപരാധികളാണ്. നമ്മളെ ഒരുപക്ഷെ അവർ മനഃപൂർവ്വമായിട്ട് ചെയ്തവരാണെങ്കിൽ തന്നെയും അവരോട് അവർ നിരപരാധികളാണ് എന്ന രീതിയിൽ അവരെ സമീപിക്കുവാൻ നമുക്ക് സ്വർഗത്തിൽ നിന്നൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. മാനുഷികമായിട്ട് അവൻ എന്നെ മനഃപൂർവ്വമാണ് ചെയ്തത് എന്നുള്ളൊരു ചിന്ത വയ്ക്കാനായിട്ട് യാതൊരു പരിശുദ്ധാത്മ സഹായം ആവശ്യമില്ല. എന്നാൽ എന്നെ ദ്രോഹിച്ചവർ നിരപരാധികളാണ് എന്ന രീതിയിൽ അവരെക്കുറിച്ച്, നമ്മളെ ശത്രുക്കളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ദൈവിക കാഴ്ചപ്പാട് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ആവശ്യമാണ്. ഇവിടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ആദ്യം തന്നെ എന്നെ ദ്രോഹിച്ചവരൊക്കെ നിരപരാധികളാണെന്നുള്ളൊരു ചിന്ത. പലപ്പോഴും മനുഷ്യൻ മറ്റുള്ളവനെ ദ്രോഹിക്കുന്നത് പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥ ശത്രു പലപ്പോഴും രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ 2 പേര് തമ്മിൽ വഴക്ക് കൂടുന്നു, പക്ഷേ പലപ്പോഴും അതിൻ്റെ പിന്നിൽ ആസൂത്രണം ചെയ്യുന്നത് പിശാചായിരിക്കും. പക്ഷേ അവൻ ഈ കാര്യങ്ങളൊക്കെ, വൈരാഗ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ക്രമീകരിച്ചു വെച്ച് അവൻ രക്ഷപ്പെടുകയാണ് ചെയ്യും, ഇവർ വഴക്കടിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ശത്രു ആരാണെന്ന് മനസ്സിലാക്കി, ഇവർ നിരപരാധികളാണ്. അപ്രകാരം ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. അടുത്ത വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാവ് 55-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ എന്നെക്കുറിച്ച് ദോഷമായിട്ടാണ് ചിന്തിക്കുന്നത്. അയൽപ്പക്കാർ എന്നെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കുന്നത്. അവർക്കൊക്കെ എന്നെക്കുറിച്ച് ദുരുദ്ദേശങ്ങളാണ്. ചിലരുണ്ട്, അയൽപ്പക്കാരെന്താ പറയുന്നത്? എന്തെങ്കിലും എന്നെ കൊടുക്കാനുള്ളതായിരിക്കുമോ? അവരെന്താ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്? എന്നെ നശിപ്പിക്കാനായിരിക്കുമോ? പലപ്പോഴും മറ്റുള്ളവരുടെ ആ ദുരുദ്ദേശങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാറുണ്ട്. ഇതങ്ങനെയാണ്, അവരൊക്കെ ഞങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയൊന്നും നടക്കുന്ന പാർട്ടികളല്ല എന്നുള്ളൊരു ധാരണ. എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിലുള്ള ദുരുദ്ദേശങ്ങളെയല്ല നാം ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത്. പിന്നെയോ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത്. ഇവിടെ പറയുന്നത്, വചനത്തിൽ പറയുന്നത്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. അപ്പം നമ്മുടെ വിചാരം മാറി, അവൻ എന്നെക്കുറിച്ച് അങ്ങനെ ചെയ്തു, അവൻ ആകെ മോശമാണ് എന്നുള്ള ചിന്തകളൊക്കെ പോകണം.
മറിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലാകണം. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലായാൽ ഏത് വ്യക്തിയോടും ക്ഷമിക്കാൻ പറ്റും. ഇത് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളിൽ കിടന്ന് അങ്ങ് വിളയാടുന്നിടത്തോളം കാലം നമുക്ക് ശത്രുവിനോട് ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയായിരുന്നു. ഈ പരീശന്മാരൊക്കെ എന്നെക്കുറിച്ച് ആകെ മോശമായിട്ടാണ് ചിന്തിക്കുന്നത്, അവരൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുക. മഹാപുരോഹിതന്മാർ എപ്പോഴും എന്നെക്കുറിച്ച് ദ്രോഹമാണ് ചിന്തിക്കുന്നത്. എല്ലാവരും ഈ മത നേതാക്കളൊക്കെ എനിക്ക് വിരോധമായിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആ മഹാപുരോഹിതൻ്റെയും പരീശന്മാരുടെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദുരുദ്ദേശങ്ങൾ എപ്പോഴും മനസ്സിൽ നിറച്ച് ക്രിസ്തു നടക്കുകയായിരുന്നു? ഒരിക്കലുമല്ല. യേശു ക്രിസ്തുവിൻ്റെ ചിന്ത പിതാവിൻ്റെ ചിന്തയായിരുന്നു, പിതാവിൻ്റെ വചനമായിരുന്നു. അവിടുത്തെ ആഗ്രഹം, പിതാവിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറുക. അപ്പോൾ നാം ശത്രുക്കൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക, അയൽപ്പക്കക്കാർ ഞങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് ചിന്തിച്ച് നടക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. കാരണം മറ്റു മനുഷ്യൻ്റെ ദുരുദ്ദേശങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാകും. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു കാരണം, തന്നെയല്ല മറ്റുള്ളവർ നമ്മോട് നന്നായിട്ട് അടുത്ത് വരാത്തതിന് കാരണം നാം പലപ്പോഴും കുറ്റം വിധിക്കുന്നവരാണ്. യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് പല പാപികളും വന്നു, അല്ലേ? പാപിനിയായ സ്ത്രീ വന്നു, അതുപോലെ തന്നെ ചുങ്കക്കാരനായ സക്കായി, ഇങ്ങനെ പലവരും വന്ന് തങ്ങളുടെ ഹൃദയം മുഴുവൻ ക്രിസ്തുവിലേക്ക് തുറക്കുകയാണ്. കൊടിയ പാപികളാണ് ഈ വരുന്നത്. ഈ കൊടിയ പാപി, വലിയ പാപികൾ വന്നിട്ട് അവരുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ മുമ്പാകെ തുറക്കുകയാണ്. എന്താ കാരണം? ക്രിസ്തു പാപികളെ കുറ്റം വിധിക്കുന്നവനായിരുന്നില്ല. തീർച്ചയായിട്ടും പരീശന്മാരെയും ശാസ്ത്രികളെ അവിടുന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ പാപത്തിൽ ജീവിക്കുന്നവർ, നിരാശ ഉള്ളവർ, ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, അവരെ കർത്താവ് കുറ്റം വിധിച്ചില്ല. ഇപ്പോൾ ഇതാ പാപിനിയായ സ്ത്രീ, അവൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. മറ്റുള്ളവരാണ് അവളെ കൊണ്ടുവന്നതെങ്കിലും അവൾക്ക് ജീവൻ തിരികെ കിട്ടി, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥ വന്നില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതനേതാവിൻ്റെ അരികിലേക്ക് ഈ തങ്ങളുടെ ഹൃദയം തുറന്ന് കാര്യങ്ങളൊന്ന് പറയുവാൻ യേശുവിൻ്റെ അരികിലേക്ക് ചെന്നതുപോലെ വേറെ ആരുടെ അരികിലേക്കും പാപികൾ ചെന്നിട്ടില്ല. എന്താ കാരണം? മറ്റുള്ളവരൊക്കെ പാപികളെ കുറ്റം വിധിക്കുന്നവരാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. പലപ്പോഴും പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്ന പലരും, ഇനി പാപത്തിൽ ജീവിക്കുന്നവർ തന്നെ നമ്മുടെ അരികിലേക്ക് വന്ന് അവരുടെ ഹൃദയം നമ്മോട് തുറക്കാറില്ല. എന്താ കാരണം? അവർക്കറിയാം നമ്മൾ അവരെ കുറ്റം വിധിക്കുന്നവരാണ്. പലപ്പോഴും ഭാര്യ ഭർത്താവിനോട് തൻ്റെ സങ്കടങ്ങളോ വേദനകളോ പറയാറില്ല. എന്താ കാരണം? ആ സഹോദരിക്ക് അറിയാം, ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നെ എപ്പോഴും കുറ്റം പറയുന്ന ഇദ്ദേഹത്തോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? പലപ്പോഴും മക്കൾ അപ്പനോടോ അമ്മയോടോ ഒന്നും അവരുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളോ വേദനകളോ ഷെയർ ചെയ്യാറില്ല. കാരണം എപ്പോഴും എൻ്റെ കുറ്റം കണ്ടുപിടിച്ച് ഈ ഡാഡിയോടും മമ്മിയോടും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഏത് പാപിക്കും വരാമായിരുന്നു. മനസ്സിലായോ? കാരണം ക്രിസ്തു അവരെ കുറ്റം വിധിക്കുന്ന ഒരു കണ്ണോടുകൂടിയല്ല കണ്ടത്, സ്നേഹത്തിൻ്റെ കണ്ണോടുകൂടിയാണ് കണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഹൃദയമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികളോടും ഒരു പരിഭവവും നമുക്കില്ല. ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടല്ലേ എന്നുള്ള മനോഭാവം നമുക്ക് കിട്ടും. അടുത്ത വാക്യം ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 56-ാം വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സ്തേഫാനോസിന്റെ മരണമാണ് രംഗം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 60-ാം വാക്യം വായിക്കുന്നു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഓക്കെ, ഇവിടെ യേശു ക്രിസ്തു മരിക്കുന്നത് പോലെ മരിക്കുന്ന ഒരു ഭക്തൻ സ്തേഫാനോസ് ഇതാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ ഒരു പ്രസംഗം പ്രസംഗിക്കുകയാണ്. എന്നാൽ ആ പ്രസംഗം പ്രസംഗിച്ച് അതിൻ്റെ അവസാനം ശത്രുക്കളൊക്കെ ആ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് ആ പ്രസംഗം പ്രസംഗിച്ചവനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അവരങ്ങനെ കൊല്ലാൻ വേണ്ടി ആക്രോശിക്കുകയും അട്ടഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്തേഫാനോസ് എന്താണ് കാണുന്നത്? സ്വർഗം തുറക്കുന്നതാണ് കാണുന്നത്. യേശുവിനെ കാണുന്നു, പിതാവിനെ കാണുന്നു, ദൈവമഹത്വം കാണുന്നു. നോക്കുക, ക്ഷമിച്ചുകൊണ്ടാണ് ഈ സ്തേഫാനോസ് മരിക്കുന്നത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗം കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞു, ക്ഷമിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ക്ഷമിച്ചാൽ നമ്മുടെ ആരാധന വഴിപാട് ദൈവം സ്വീകരിക്കും,
ക്ഷമിച്ചാൽ നമ്മുടെ തെറ്റുകളും ദൈവം, നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ നമ്മുടെ തെറ്റുകളും ദൈവം ക്ഷമിക്കും. ഇനി ക്ഷമിച്ചു മരിച്ചാലോ സ്വർഗം കാണാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തേഫാനോസ് ഒരിക്കലും അവരൊക്കെ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു, അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നല്ല പറയുന്നത്. അവൻ കാണുന്നത് സ്വർഗമാണ്. അവിടെ ഇതാ ദൈവപുത്രനെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ തേജസ്സോടെ തിളങ്ങുകയാണ്. അതുകൊണ്ട് ക്ഷമ കൊടുക്കുക തന്നെ വേണം, സ്വർഗവുമായി ബന്ധം നമുക്ക് ലഭിക്കുവാൻ. ഇനി ക്ഷമ കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായും ശക്തമായും നമ്മളെ പഠിപ്പിക്കുവാൻ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ആ ഭാഗമാണ് വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതായത് മത്തായി 18-ന്റെ 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ ചെയ്യും. നോക്കുക, ഇവിടെ കർത്താവ് പറയണം, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഈ ഉപമ നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ഓക്കെ, അതിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. 18-ാം അധ്യായം 34-ാം വാക്യം വായിക്കുന്നു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവന് 10,000 താലന്ത് ഇളച്ചു കിട്ടിയ മനുഷ്യനാണ്. എന്നാൽ അവന് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു ദാസനോട് അവൻ കരുണ കാണിച്ചില്ല, വിട്ടുകൊടുത്തില്ല. തൽഫലമായി ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ആ ദുഷ്ടദാസനെ യജമാനൻ ഏൽപ്പിക്കുകയാണ്. ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ യജമാനൻ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിൽ ചിന്തിക്കാം. ഒന്ന്, നാം മറ്റുള്ളവർക്ക് ക്ഷമ കൊടുത്തിട്ടില്ല എങ്കിൽ, കാരണം ദൈവം നമ്മുടെ എത്രയോ കടങ്ങളെ, എത്രയോ പാപങ്ങളെ, അനീതികളെ ക്ഷമിച്ചു തന്നതാണ്. 10,000 താലന്ത് ഇളച്ചു കിട്ടിയവരാണ് നാം. അങ്ങനെയുള്ള നാം മറ്റുള്ളവർ ചെയ്ത ഈ കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ ദണ്ഡനത്തിന് സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ദണ്ഡനം ഏൽക്കേണ്ടതായിട്ട് വരും. മറ്റൊന്ന്, ഈ ഭൂമിയിൽ തന്നെ നാം മറ്റുള്ളവർക്ക് എപ്പോൾ ക്ഷമ കൊടുക്കുന്നുവോ അതുവരെയും ദണ്ഡകന്മാരുടെ, പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചു എന്ന് വരാം. നമ്മളെ ദണ്ഡിപ്പിക്കുവാൻ ആരുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് അധികാരമാണ്. പല മാധ്യമങ്ങളിലൂടെ ദൈവം നമ്മളെ ദണ്ഡിപ്പിക്കും. എന്ന് വെച്ചാൽ എന്താണ്? നീ ആ സഹോദരനോട് പൂർണ്ണ ക്ഷമ എന്നു കൊടുക്കുന്നുവോ അന്നു വരെ ഞാൻ നിന്നെ ദണ്ഡിപ്പിക്കും. പലർക്കും ഈ കാര്യം അറിയില്ല. കാരണം അവർ പറയുന്നത് ദൈവം കരുണയുള്ളവനും ക്ഷമയുള്ളവനൊക്കെയാണല്ലോ, എങ്ങനെയെങ്കിലൊക്കെ പോകാം. പലർക്കും പല രീതിയിലും വേദന, ശോധന, പല രീതിയിലുള്ള ബുദ്ധിമുട്ട് എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിധിക്കുകയല്ലേ ചെയ്യുന്നത്. ആ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ എത്രയും പെട്ടെന്ന്
നാം മറ്റുള്ളവരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കുന്നുവോ അത്രയും പെട്ടെന്ന് ദണ്ഡിപ്പിക്കുന്നവർ നമ്മളെ വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ക്ഷമിച്ചേ പറ്റൂ. ദൈവം നമ്മോട് ഇത്രമാത്രം കരുണ കാണിക്കുന്നത്, ഇത്രമാത്രം ക്ഷമ നമ്മോട് കാണിച്ചത് നാം മറ്റുള്ളവരോടും ക്ഷമ കാണിക്കുവാൻ, മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത വാക്യം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 32-ാം വാക്യം. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൽ ഞാൻ ആ കടമൊക്കെയും വിളിച്ചു തന്നുവല്ലോ. ഇവിടെ ഈ ദാസനെ വിളിക്കുന്നത്, ഒരിക്കൽ അവൻ ദാസനായിരുന്നു, ഇപ്പോൾ അവൻ്റെ പേരിനോടുകൂടി 2 വാക്കുകൂടി ചേരുകയാണ്. അവൻ ദുഷ്ടദാസനായി. ഇവൻ ആദ്യം 10,000 താലന്ത് ഇവൻ യജമാനന് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ള സകലവും വിറ്റ് അത് കൊടുക്കുവാനായിട്ട് യജമാനൻ കൽപ്പന പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ആ ദാസൻ എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം, യാചിച്ചു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ ആ നിലവിളി കേട്ടപ്പോൾ ആ യജമാനന് കരുണ തോന്നി. അങ്ങനെ ആ 10,000 താലന്തും ഇളച്ചു കൊടുത്തിട്ട് ഇവൻ അവിടുന്ന് പോയി. അപ്പോഴാണ് 100 വെള്ളിക്കാശ്, 10,000 താലന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ 100 വെള്ളിക്കാശ് വളരെ കുറഞ്ഞൊരു സംഖ്യയാണ്. അത് തനിക്ക് തരാനുള്ളൊരു വ്യക്തിയെ കണ്ടു. അവൻ പറഞ്ഞു, കാശ് ഇപ്പോൾ തരണം. അപ്പോൾ ആ 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ള വ്യക്തി പറഞ്ഞു, എനിക്ക് കുറച്ച് സാവകാശം തരണം, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം, ഇപ്പോൾ ഉടനെ തന്നെ ഈ 100 വെള്ളിക്കാശ് വയ്ക്കുവാൻ എനിക്കില്ല. പക്ഷേ ആ യാചനയും ഇവനോട് കേണ ആ സ്വരമൊന്നും കേൾക്കുവാൻ ഈ ദുഷ്ടദാസന് മനസ്സാകാതെ ഉടനെ തന്നെ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഈ വിവരം യജമാനൻ അറിഞ്ഞു. അപ്പോൾ ആ ദുഷ്ടദാസനെ വിളിക്കുകയും എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിനക്ക് മറ്റുള്ളവനോടും കരുണ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കടങ്ങളെല്ലാം ഇളച്ചു തരുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? നമ്മോട് ഏതെങ്കിലും വ്യക്തികൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ദ്രോഹങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് കടങ്ങളൊക്കെ ക്ഷമിക്കുന്നത്. നോക്കുക, 10,000 താലന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 10,000 കോടി രൂപ എന്ന് സങ്കല്പിക്കാം. 10,000 താലന്ത് എന്നുള്ള വാക്ക് നമുക്കധികം പരിചയമില്ല. ഇനി 100 വെള്ളിക്കാശ് എന്നുള്ളതിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 1,00,000 രൂപ എന്ന് നമുക്ക് സങ്കല്പിക്കാം. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വിലയല്ല പറയുന്നത്. പക്ഷേ എങ്കിലും ആ 2 തുകകളെ മനസ്സിലാക്കാൻ വേണ്ടി 10,000 താലന്തിന് പകരം 10,000 കോടി, 100 വെള്ളിക്കാശിന് 1,00,000 രൂപ. 1,00,000 രൂപ വിലയുള്ള ഒരു സംഖ്യ തന്നെയാണ്, അല്ലേ? 1,00,000 രൂപ വലിയൊരു സംഖ്യ. 1000 കോടി രൂപയോ അത് വളരെ വലിയ സംഖ്യയാണ്. ഈ 1,00,000 രൂപയുടെ വില കുറയുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ഈ 10,000 കോടി രൂപയുമായി തുലനം ചെയ്യുമ്പോഴാണ് 1,00,000 രൂപ വളരെ നിസ്സാരമായൊരു സംഖ്യയായിട്ട് മാറുന്നത്. പറഞ്ഞു മനസ്സിലായോ? 10,000 കോടിയുമായിട്ട് താരതമ്യം ചെയ്യാത്ത പക്ഷം 1,00,000 രൂപ ഒരു വലിയൊരു സംഖ്യ തന്നെയാണ്. പക്ഷെ 10,000 കോടിയുടെ മുന്നിൽ 1,00,000 എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമുക്ക് എല്ലാവർക്കും 10,000 കോടി രൂപ ഇളച്ച് തന്നിട്ടുണ്ട്. എന്താണ് ഈ 10,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ? ദൈവം നമുക്ക് ഇളച്ച് തന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടത്തിൽ പാപം വന്നിട്ടുണ്ട്, നമ്മുടെ ചിന്തയിൽ പാപം വന്നിട്ടുണ്ട്, നമ്മുടെ സംസാരത്തിൽ പാപം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത പാപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഒരു വ്യഭിചാരിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. വചനം പറയുന്നത്, സഹോദരനോട് വെറുക്കുന്നവൻ കൊലപാതകിയാണ്, അവന് കൊലപാതകിക്ക് നിത്യജീവനില്ല. അപ്പം നമ്മളൊക്കെ എത്ര പേരെ കൊന്നിട്ടുണ്ടായിരിക്കും? വീണ്ടും വചനം പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാണ്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാണ്. അപ്പോൾ നമ്മളൊക്കെ എത്ര തവണ നരകത്തിൽ കിടക്കേണ്ടവരാണ്? അന്ത്യ ന്യായവിധി ദിനത്തിൽ മനുഷ്യർ പറയുന്ന നിസ്സാര വാക്കിന് പോലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 10,000 കോടിയല്ല അതിനപ്പുറം കോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച്, മനുഷ്യൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മളൊക്കെ നീതിമാന്മാരെ, വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൊലപാതകികളുമല്ല, മറ്റുള്ള അതൊന്നുമല്ല. പക്ഷെ ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ ഏറ്റവും നീചന്മാരാണ്. അപ്പോൾ 10,000 കോടി ഇളച്ചു കിട്ടിയവരാണ് നാം. അപ്പോൾ 10,000 കോടി നമുക്ക് ഇളച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ
നമ്മോട് ചെയ്യുന്ന മറ്റു മനുഷ്യർ നമ്മോട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും അത് 100 വെള്ളിക്കാശിനോട് അഥവാ 1,00,000 വരുള്ളൂ. നമുക്ക് പലപ്പോഴും മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദ്രോഹങ്ങൾ വളരെ വലുതാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പലരും പറയാറില്ലേ, എന്നോട് അവരൊക്കെ ചെയ്ത ദ്രോഹം എത്ര വലുതാണെന്നറിയോ, മറക്കാൻ പറ്റില്ല, അത്രമാത്രം നീചത്തരമാണ് അവർ ഞങ്ങളോട് ചെയ്തത്, ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത, ഇത്രയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദ്രോഹത്തെ നമുക്ക് എന്തുകൊണ്ടാണ് വലുതായി കാണാൻ സാധിക്കുന്നത്? കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പാപക്കടത്തിൻ്റെ ആ ഭീമമായ സംഖ്യ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അതുമായി താരതമ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ 100 വെള്ളിക്കാശ് നമ്മൾ എന്ത് ചെയ്യാൻ വലുതായി കാണും. അതുകൊണ്ടാണ് 100 വെള്ളിക്കാശ് തരാനുള്ളത് തായോ എന്ന് പറഞ്ഞ് നമ്മൾ കയർക്കുന്നതും ഒക്കെ ചെയ്യുന്നു. നമ്മളെ ദ്രോഹിക്കുക, നമ്മളെ വഞ്ചിക്കുക, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ അപമാനിക്കുക, അതൊക്കെ 100 വെള്ളിക്കാശാണ് എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഇതാണ്, ഏതെങ്കിലും ഒരു വ്യക്തി നമുക്കെതിരായിട്ട് ദ്രോഹം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് ചിന്ത വരേണ്ടത്, തീർച്ചയായിട്ടും ഞാൻ ആ വ്യക്തിയോട് അവൻ ചെയ്ത സകല ദ്രോഹങ്ങൾ ഇളച്ചു കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം എനിക്ക് 10,000 താലന്താണല്ലോ ദൈവം ഇളച്ചു തന്നിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, നമ്മോട് ദ്രോഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയോട് നാം സമ്പൂർണ്ണ പാപക്ഷമ കൊടുത്താൽ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഒരു ഔദാര്യമല്ല ചെയ്യുന്നത്. കാരണം നാം ഇളച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെയും കടങ്ങൾ ദൈവം ഇളച്ചു തന്നത്. ചിലരിങ്ങനെ പറയാമല്ലേ, അവൻ എന്നോട് എന്തൊക്കെ ദ്രോഹം ചെയ്തു, പോട്ടെ സാരല്ല, ഒന്നിനും ചോദിക്കാനും പോകണില്ല, ഒന്നിനും ചെയ്യാനും പോകണില്ല എന്നുവെച്ചാൽ ഇവരുടെ ഭാഗത്ത് വലിയൊരു ഔദാര്യം ചെയ്ത പോലെയാണ്. പക്ഷേ ദൈവം നമ്മോട് കാണിച്ച ആ മഹാകരുണ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു കടമ മാത്രമാണ് അത്, അല്ലാതെ നമ്മുടെ മഹാമനസ്കതയല്ല. പിന്നെ നാം പാപക്ഷമ പ്രാപിക്കുവാൻ ഇത് ചെയ്തേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ കർത്താവ് എങ്ങനെയാണ് ക്ഷമിക്കുക? നാം ഏത് രീതിയിലാണ് മറ്റൊരു വ്യക്തിക്കും പാപക്ഷമ കൊടുക്കുന്നത് അതേപോലെയാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് 50% ഇളവ് കൊടുക്കുവാൻ അവനോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തി ചെയ്ത ദ്രോഹങ്ങൾ 75% നമുക്ക് ഇളച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ 100% ക്ഷമിക്കുകയാണ്. പലരും ക്ഷമിച്ചിട്ടുണ്ട്, മറ്റു പലർ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഇളച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു ക്ഷമയല്ല അത്, ഭാഗികമായിട്ടാണ് ക്ഷമിക്കുന്നത്. കാരണം കുറച്ച് അംശം ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. കാരണം മുഴുവനായിട്ടും ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ ദൈവം നമുക്ക് പാപക്ഷമ തരുന്നത് ഒരു അനുവാദമുണ്ട്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രമാത്രം ക്ഷമിക്കുന്നുവോ അത്രമാത്രം. കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വാക്യം വായിക്കും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു കാര്യം തന്നെ നോക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ 10,000 രൂപ വാങ്ങിയെന്ന് കരുതുക. 10,000 രൂപ നമ്മിൽ നിന്ന് വാങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ നമുക്ക് 10,000 രൂപ തരുവാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അയാൾക്ക് ആ 10,000 രൂപ നമുക്ക് തരുവാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നു, കാശ് താ, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, തരാന്ന് പറഞ്ഞാൽ എത്ര കാലമായി, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഇതെന്തെങ്ങനെ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ കഴുത്തിലൊരു നുകം വെച്ചിട്ട് നമ്മൾ അയാളെ ബന്ധിക്കുകയാണ്. കാരണം അയാൾ പിന്നെ നമ്മുടെ ഒരു അടിമയെ പോലെയാണ്. കാരണം അയാളുടെ മനസ്സിലെപ്പോഴും ചിന്ത, അയ്യോ ഞാൻ കടം വാങ്ങി, എനിക്കിത് കൊടുക്കാൻ നിവൃത്തിയില്ല, അയാളിതാ എന്നെപ്പോൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ മേലെ ശക്തമായ സമ്മർദ്ദം. അപ്പോൾ ആ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അപ്പോൾ നാം മറ്റൊരു മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമുക്കെങ്ങനെ സ്വസ്ഥത ഉണ്ടാകും? അതുകൊണ്ട് ഇവിടെ ദൈവം പറയുന്നത്, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ക്ഷമിക്കുക. സാമ്പത്തികമായ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും ഇളച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും ഈ കാര്യം അറിയാത്തത് കൊണ്ട്
ചിലർ സഹോദരന്മാർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതൊരിക്കലും പാടില്ല. കാരണം ഇവിടെ 10,000 താലന്താണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇളച്ചു തന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മോട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും ഒരുമിച്ച് വെച്ചാലും അതൊരിക്കലും ഈ 10,000 താലന്തിൻ്റെ അടുത്ത് എത്തില്ല. വെറും 100 വെള്ളിക്കാശിൻ്റെ അടുത്ത് മാത്രമേ എത്തുകയുള്ളൂ. അതുകൊണ്ട് നാം എത്രമാത്രം ഇളവ് ദൈവത്തിൽ നിന്ന് ലഭിച്ചവരാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് നിരന്തരമായിട്ടുണ്ടായിരിക്കണം. അടുത്ത വാക്യം വായിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് അത് എന്നേക്കുമായിട്ടാണ്. നാം വാസ്തവമായിട്ട് അനുദപിച്ച ഒരു പാപം തേറ്റു പറയുകയാണെങ്കിൽ പിന്നീട് കർത്താവ് അത് ഓർക്കുന്നില്ല. പിന്നീട് നാം ആ പാപത്തിലേക്ക് തിരിയരുത്. കാരണം ഞാനിനി അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല. യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം ക്ഷമിച്ചാൽ അത് ക്ഷമിച്ചതാണ്. പിന്നെ ആ വ്യവസ്ഥയിൽ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ താൻ തന്നെ വഴിക്ക് തിരിയരുത്. ഇതേപോലെ തന്നെ നാം ഒരു സഹോദരനോട് അവൻ്റെ തെറ്റുകൾ ക്ഷമിച്ചാൽ അത് ക്ഷമിച്ചത് തന്നെയാണ്. വീണ്ടും ഒരു രീതിയിലും ആ സഹോദരനെ മുമ്പ് ചെയ്ത കാര്യങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കരുത്. ചില കുടുംബങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരമായിട്ട് കലഹമാണ്. കാരണം 10 കൊല്ലം മുമ്പ് ഭാര്യ ചെയ്തത്, 5 വർഷം മുമ്പ് ഭർത്താവ് പറഞ്ഞത്, ഇതാണ് അവരെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങളന്ന് ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ അവരെ ഈ കഴിഞ്ഞ കാലം എന്നാൽ ഇടയ്ക്ക് അവർ പറയും, അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ, ഇന്ന് എന്തെങ്കിലും നിന്നോട് പറയുന്നത് ക്ഷമിക്കണം. അപ്പം അതെ സാരല്ല പോട്ടെ. വീണ്ടും വഴക്കിൻ്റെ സമയം വന്നു. അപ്പോൾ പിന്നെ 5 വർഷത്തെ മുമ്പത്തെ കാര്യമൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? ഇനി അത് ഓർക്കുകയില്ല. ആ രീതിയിലാണ് ദൈവം നമ്മോട് ക്ഷമിക്കുന്നത്. ഇനി മറ്റൊന്ന്, ക്ഷമിക്കുക എന്നുള്ളതും മറക്കുക എന്നുള്ളതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ പല മനുഷ്യരിങ്ങനെ പറയാറുണ്ട്, സുവിശേഷം കേൾക്കാത്ത വ്യക്തികൾ എന്ത് ചെയ്യാം, ഞാനതൊക്കെ അങ്ങ് മറന്നു. ക്ഷമിച്ചതല്ല, മറക്കാനായിട്ട് ഇപ്പോൾ ചില മെഡിസിൻ കഴിച്ചാൽ മതി, അവരുടെ ഓർമ്മശക്തിക്ക് കുറച്ച് കുറവ് വരും. ചില ദുസ്സഹമായിട്ടുള്ള വേദനയോ മറ്റുള്ളവർ ചെയ്ത ചതിയോ അത് അവരുടെ മനസ്സിലെ കൂടെ വരാതിരിക്കാൻ വേണ്ടി അവർ ആ സാഹചര്യം വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. ചിലരുണ്ട് ഒക്കെ ഒന്ന് മറക്കാൻ, സാമ്പത്തികമായിട്ട് വഞ്ചിച്ചാൽ ആ വേദന ഷോക്ക് മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി മദ്യപിക്കുന്നവരുണ്ട്.